പാലം. അമ്മുമ്മ, അതെ, ഇവിടെ ഒരു പാലം ഉണ്ടല്ലോ, ഒരു പാലം ഉണ്ടല്ലോ. ഒരു ചാകരയാണ്. തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഒക്കെ മാത്രമാണ് ഇതൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിരുന്ന ഒരാളും കൂടെയാണ് ഞാൻ. ഒരിക്കലും അല്ല കേട്ടോ. ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ, നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. ഇവിടെ നിർത്താം, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ആരടുത്ത് ചോദിക്കാൻ? ഈ വണ്ടി ഇവിടെ അടുത്താണ്. ഏതോ ഒരു പാലം, ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അവന്മാര്. അത് ഏത് സ്ഥലമാണ് ആ സ്ഥലം? അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചാല് പാലം. അമ്മുമ്മ, അതെ, ഇവിടെ ഒരു പാലം ഉണ്ടല്ലോ, ഒരു പാലം ഉണ്ടല്ലോ. ആ, അങ്ങനെയല്ല, മറ്റേ ആൾക്കാരിങ്ങനെ കാണാനൊക്കെ പോകൂലേ? പക്ഷേ അവന്മാരൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ. തൂക്കുപാലമാണോ? നോക്കട്ടെ. ഓ, അവന്മാരൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ പേരെന്തോന്നാണ്? നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ളൊരു പേരാണ്. ഇവിടെ ചോദിച്ചു. ആ, ചോദിച്ചു, ചോദിച്ചോ, ഭാഗത്ത് കയറി. ബാ, കിട്ടി. ആര്യങ്കോട് തൊട്ടിപ്പാലം. നമ്മളവിടെ വന്നപ്പോൾ അവിടെ കുറച്ച് ബോയ്സിനെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഇതുവരെ വന്നതല്ലേ, അവിടെയും കൂടെ വിസിറ്റ് ചെയ്തിട്ട് പോകാൻ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കയറിക്കോ. ടയറിൽ കാറ്റൊക്കെ ഉണ്ടാടാ അളിയ. പഞ്ചറാണോ അളിയ? വണ്ടി ചറക്കണ്, ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നിന്ന് 450 മീറ്ററാണ്. ഇതോ അതാണ് കേട്ടാ സംഭവം. ഇതോ അതാണല്ലേ, അതാണ് പരിപാടി. വൻ സംഭവങ്ങളാണ്. അടുത്ത പാലം, ഇത് അടുത്ത സ്പോട്ട്. തിരുവനന്തപുരം തൊട്ട് 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 സ്പോട്ടുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ സ്പോട്ടൊക്കെ ഓക്കെ, ചിലത് നമ്മൾ ഈ വരണ സ്ഥലങ്ങളൊക്കെ അടുത്ത സൈഡിലൊക്കെ കുറേ കടകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ കടകൾ സൂപ്പറാണ് മക്കളെ. എടൈ, മക്കളെ, ഇതാണ് സംഭവം. പക്ഷെ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോണമെന്ന് തോന്നുന്നു. ആ, കണ്ടില്ലേ? ഇതെങ്ങനെയാ പോകേണ്ടത്? ഇവരുടെ അടുത്ത് ചോദിരി, ബ്രോ അവരുടെ ചോദിരി. ബ്രോ, ഈ തൊട്ടിപ്പാലം എങ്ങനെയാ പോണ്? ഓ, ഓക്കെ ഓക്കെ, ഇറങ്ങിക്കോ. ഇവിടെ കൂടെയാണ് പോവേണ്ടത്. അമ്മേ, ഓ ഇതാണല്ലേ. അയ്യ, എല്ലാരും കൺകുളിർക്ക കണ്ടോളൂ. തൊട്ടിപ്പാലം.
എജ്ജാതി സ്ഥലം, ഭൂമിയിലെ മറ്റൊരു അത്ഭുതം. ഇവിടെ തൊട്ട് 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 ഫുൾ സ്പോട്ടുകളാണ് കേട്ടോ. ഈ പാലത്തിന്റെ അടിയിലൂടെ റോഡ് കണ്ടില്ലേ, ആൾക്കാരൊക്കെ നിൽക്കണം. സംഭവം തന്നെ. സോ കണ്ടില്ലേ റോഡ് എന്നാ സ്പോട്ടാണെന്ന് നോക്കിയേ. അടിപൊളിയല്ലേ? വെള്ളം കുറവല്ലേ? വെള്ളം കുറവാണ്ട് കുളിക്കാൻ പറ്റില്ല. ഇന്നലെ മഴയൊക്കെ മഴയായിരുന്നിട്ട് ഇവിടെ വെള്ളം ഇല്ലല്ലേ? അതെന്താ സംഭവം? പെരുമഴയായിരുന്നു ഇത്രയും ദിവസം. ഇക്കോണ അവരെല്ലാം തുറന്നു വിട്ടാണ്, ആൾക്കാർ വരാതിരിക്കും അല്ലേ? അതെ. ആ എന്തോന്ന് അല്ലേ, വൻ സംഭവം നമ്മുടെ തിരുവനന്തപുരത്ത്. ഇവിടെ മുഴുവൻ എസ്തെറ്റിക് സ്പോട്ടുകളുടെ ഒരു ചാകരയാണ്. തൃശ്ശൂരും പാലക്കാടും ഒക്കെ മാത്രമാണ് ഇതൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിരുന്ന ഒരാളും കൂടെയാണ് ഞാൻ. ഒരിക്കലും അല്ല കേട്ടോ, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ എല്ലാം ഉണ്ട്. എല്ലാ നാടുകളിലെയും സംഭവം ഒന്ന് തന്നെ. പാലക്കാടും തൃശ്ശൂരൊക്കെ ഉള്ള ആ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞത്. ഈ തൊട്ടിൽപ്പാലം ഒന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ. നമ്മളിനി വരുമ്പോൾ ഇങ്ങനെ ഫുൾ സെർച്ച് ചെയ്യണം അടുത്തടുത്ത് ഏതെങ്കിലും സ്പോട്ടുകളുണ്ടോന്ന്. പിന്നെ നമ്മൾ പറഞ്ഞൊരു സ്പോട്ടിൽ തന്നെ മാക്സിമം ടൈം സ്പെൻഡ് ആവുന്നതുകൊണ്ടാണ് ഓരോ ദിവസം ഓരോ ട്രിപ്പുകളായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് തന്നെ കുറേ ഇതൊക്കെ ഇരുന്ന് അനുഭവിക്കാനുള്ള സംഭവമുണ്ട്. ഒരു ദിവസം തന്നെ വന്നാലേ അത്രയ്ക്ക് കിടു സ്ഥലം. കണ്ടില്ലേ, റബ്ബർ തോട്ടങ്ങളും ഭയാനക സ്ഥലം. എക്സ്ട്രീം കാമും പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പാട്ടുകളും ഭയങ്കര ഒരു ട്രഡീഷണൽ ടച്ച്. തിരുവനന്തപുരം എത്ര സുന്ദരം എന്ന് അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ഉള്ള കുറേ സ്പോട്ടുകളാണ് മക്കളെ. ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ നമ്മളിവിടെയൊക്കെ വന്ന്. വെള്ളം ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അതെ, സീനാണോ? അഴുക്കുള്ളോ? ഇനി ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുമോ? അപ്പോൾ അങ്ങോട്ട് മേളോട്ട് പോയൊക്കെ നോക്കാം എന്താണ്. വേണ്ടേ? വൺ ഓഫ് ദ പീസ്ഫുൾ പ്ലേസ്. സോ പീസ്ഫുൾ. ഈ രണ്ട് സ്ഥലങ്ങളും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് തന്നെ കേട്ടോ. യെസ് ഫ്രണ്ട്സ്, അതൊക്കെയാണ്. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ, അനുഭവിച്ചറിയുക. നാട്ടും പ്രദേശം, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമപ്രദേശവും നാട്ടും പ്രദേശത്തിൻ്റെ ആ ഒരു പക്കാ എക്സ്പീരിയൻസ്, സെയിം എക്സാക്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ, ഈ ചില സിനിമകളിലൊക്കെ, പഴയകാല സിനിമകളിലൊക്കെ ഭയങ്കര എസ്തെറ്റിക് സ്പോട്ടുകളൊക്കെ, അതുപോലത്തെ ഒരു സ്ഥലം നിങ്ങൾ വന്ന് അനുഭവിച്ച് തന്നെ അറിയാം കേട്ടോ. പീക്ക് സംഭവമാണ്. So one of the beautiful places Trivandrum have ever produced.
ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ? ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ടാണ്. രണ്ട് ഹെൽമെറ്റൊക്കെ വെച്ച് പാവം നടക്കുക. നല്ലൊരു സഹായിയാണ്, നല്ലൊരു സഹായിയായിട്ടുള്ളൊരു കൂട്ടുകാരൻ. ചിലരൊക്കെ ആണെങ്കിൽ അല്ല, ശരത്തേട്ടനൊക്കെ പൊളിയാണ്, പക്ഷെ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലങ്ങി ചോട്ടിൽ മലർമുത്തു പോകാൻ പോകുന്നു ഞാൻ. ആനകേരാമേറ്റിൽ തനിയ തിരികൊളുത്തുവാൻ ഇനിയുമീ മിഴികളിൽ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നീ നമ്മളിൽ. എടാ ഇങ്ങോട്ട് വാടാ, ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. ഇവിടെ കൂടെ ഇങ്ങനെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രോപ്പർ എസ്തെറ്റിക് നാട്ടും പ്രദേശം. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ഏരിയാസിൽ വലിയ രീതിയിൽ തന്നെ നാട്ടും പ്രദേശംസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങണം. ഇപ്പം എന്താവും അവസ്ഥയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലുള്ള ഒരു പരിപാടിയാണ്. പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഫുൾ എൻജോയ് ഒക്കെ ചെയ്ത് സെറ്റായി, മനസ്സ് വളരെ ഹാപ്പിയായി. ഇനി നേരെ പോവാന്ന് ജോലിക്ക് പോകേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുകയാണ്. എന്ന എസ്തെറ്റിക്സ് ആണ് നോക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും മറക്കണ്ട. നിങ്ങളെല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വളരെ താഴ്മ അഭ്യർത്ഥിക്കുന്നു. സോ ഇതുപോലുള്ള വ്യത്യസ്തതരമായിട്ടുള്ള ട്രാവൽ വ്ളോഗുകളും ഫുഡ് വ്ളോഗുകളും പിന്നെ പല വ്ളോഗുകളും അത് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഈ ഫാമിലി വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ സജഷൻ നിങ്ങൾ രേഖപ്പെടുത്താനായിട്ട്. സോ ഫാമിലി വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാൻ ആഗ്രഹമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ മോനെ.